വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സൈന്യത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയ പോലീസ് കേസെടുത്തു. തിരുവല്ല സ്വദേശി അജു അലക്സിനെതിരെയാണ് കേസെടുത്തത്. മോഹൻലാൽ വയനാട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടാണ് അധിക്ഷേപ പരാമർശം. ഗൂഗിൾ കഴിഞ്ഞ കുറെ നാളുകളായി സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും അതിര് കടന്ന് വിമർശിക്കുന്ന സോഷ്യൽ മീഡിയ പേജാണ് ചെകുത്താൻ. അതിന്റെ അഡ്മിൻ എന്ന് പറയുന്നത് തിരുവല്ല സ്വദേശി അജു അലക്സ് ആണ്. കഴിഞ്ഞ ദിവസം മോഹൻലാൽ വയനാട് ദുരന്ത ഭൂമി സന്ദർശിച്ചതിന് പിന്നാലെ ഇയാൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ സൈന്യത്തെയും ഒപ്പം ആ ദുരന്ത സ്ഥലം സന്ദർശിച്ച മോഹൻലാലിനെയും അതിര് കടന്ന് വിമർശിക്കുകയും അസഭ്യ വാക്കുകൾ പറയുകയും ചെയ്തിരുന്നു. എന്താണ് മോഹൻലാൽ അവിടെ സന്ദർശിക്കാൻ യോഗ്യത എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ആ വീഡിയോയിൽ ഈ അജു അലക്സ് ചോദിച്ചിരുന്നത്. ഇതിന് പിന്നാലെ വ്യാപക വിമർശനവും ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു. തൊട്ടു പിന്നാലെയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖ് സംഭവത്തിൽ മോഹൻലാലിനെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രസ്തുത വീഡിയോയ്ക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആശാ വീഡിയോ മുക്കിയാട്ടോ. ആശാ ഇപ്പൊ വീഡിയോ മുക്കിയിട്ട് അറിയാത്ത പോലെ ഇരിക്കുകയാണ് നമ്മുടെ ചെകുത്താൻ അജു അലക്സ്. ലവന്റെ വിചാരം ലവ എന്തോ വലിയ സംഭവമാണ്, ലവൻ പറയുന്നതൊക്കെയാണ് കറക്റ്റാണ്, 100ക്ക് 110% കറക്റ്റ് എന്നാണ് അവന്റെ വിചാരം. എടാ നിനക്ക് ഉളുപ്പുണ്ടാടാ ചെകുത്താനെ. ഈ മോഹൻലാൽ എന്ന വ്യക്തി അവിടെ പോയിട്ട് ചെയ്തതുപോലെ അതിന്റെ 7 വേണ്ട, അതിന്റെ 1% നീ ചെയ്യൂ. നിനക്കൊക്കെ കയറി ഇരുന്ന് വെറുതെ കൊണയടിക്കാനല്ലേ അറിയാത്തുള്ളൂ, അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഇറങ്ങി കളിക്കാനൊന്നും അറിയത്തില്ലല്ലോ. അങ്ങേര് ഇത്രയും ഒരു വിഷയം വന്നപ്പോൾ അവിടെ പോയിട്ട് സ്വന്തം കയ്യിലെന്നും പൈസ എടുത്തു കൊടുത്ത് പിന്നെ സംഘടന വഴിയും 3 കോടി രൂപ കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിന്നെ കൊണ്ട് എന്തെങ്കിലും കീഴെടുത്ത് സാധിക്കുവിടെ? ഇരുന്നങ്ങ് കൊണയടിക്കുക ചുമ്മാ. എന്തായാലും നല്ല തീരുമാനം. ഇവനെയൊന്നും പുറത്തു വിടാൻ പാടില്ല. ഇവിടെ വിമർശനങ്ങളാവാം, പക്ഷെ ഒരു അതിര് വിട്ട് കഴിഞ്ഞാൽ അത് വിമർശനമല്ല. നിന്റെ അസൂയ, നിന്റെ കിടുതാപ്പിനുള്ള നിന്റെ ചൊറിച്ചിൽ തീർക്കാൻ ഈ ഒരു അവസരമല്ല നീ കണ്ടെത്തേണ്ട. ഒരുപാട് കുറെ ഗണേശന്മാരെ ഇപ്പൊ എടുത്തിട്ട് നാട്ടുകാർ ഊക്കി ഇടിച്ച് നൂത്ത് വിട്ടതുകൾ, ആ കൂട്ടത്തിൽ നീയും പെടും. വേറൊന്നും കൊണ്ടല്ല, കുറച്ചെണ്ണത്തിന് പാല് കിട്ടാതെ കിടന്നല്ല, പാല് കൊടുത്തൊക്കെ വിട്ടിട്ടുണ്ട് ചിലവന്മാർക്ക്. അതുപോലെ ഇപ്പൊ മോഹൻലാൽ എന്ന വ്യക്തി അവിടെ പോയി ചെയ്തപ്പോൾ നിനക്ക് ചൊറിച്ചിൽ. അങ്ങനെ യൂണിഫോം ഇട്ടാ കുഴപ്പം, അങ്ങനെ അത് ചെയ്താൽ കുഴപ്പം, അങ്ങനെ നിന്നാ കുഴപ്പം, ഇരുന്നാ കുഴപ്പം. നിനക്ക് എന്തായാലും ഇത്ര ചൊറിച്ചിൽ മോഹൻലാലിനെ കാണുമ്പോൾ? എന്ന് വീഡിയോ മുക്കിയിട്ട് അറിയാത്തല്ലേ ഇരിക്കണം. വീഡിയോ മുക്കി കഴിഞ്ഞാൽ നീ അവിടെ ഇല്ലെന്ന് അർത്ഥം. ഇതാ ഇപ്പൊ കാണിച്ചു തരാം വീഡിയോ. കേരളത്തിൽ ഇത്രയും ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ, ബോധമില്ലാത്ത മനുഷ്യൻ തോന്നിപ്പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത്. പുള്ളി ഒരുങ്ങിയെന്ന് പട്ടാള വേഷമൊക്കെ എടുത്തിട്ട് ഇതൊക്കെ കയ്യിലുണ്ടാകുന്നത് ഇടയ്ക്കെടുത്ത് ഇടണമല്ലോ എന്ന് വിചാരിച്ച് സിനിമ മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഇട്ടേക്കാം എന്ന് പറഞ്ഞു. അല്ലാതെ ഒരു വഴിക്ക് പോകുമ്പോൾ ഇങ്ങനെ പോകണമെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പട്ടാളക്കാരനാണ് പോകണം. പക്ഷെ ഇയാൾ അങ്ങനത്തെ ആളൊന്നും അല്ലല്ലോ. എന്തോ പഴങ്ങാനാണ് പോയത് ഇവിടെ. ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ എന്നൊക്കെ പറയാനായിരിക്കും. അല്ലാതെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ത് ഇയാൾക്ക് ഇനിയും എത്ര ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇതുമായി മന്ത്രിമാർ പോയി ഉളത്തരം കാണിച്ച പോലെ മോഹൻലാൽ ഒരു ഉളത്തരം കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെയുണ്ട് നാണം കെട്ട മനുഷ്യൻ. ബുദ്ധിശൂന്യ പ്രവർത്തികൾ ചെയ്യുന്നതിൽ കേരളത്തിലെ നമ്പർ 1 ആളാണ് മോഹൻലാൽ. അത് ഭൂമിയിൽ ഇതുപോലൊരു അധപ്പതിച്ച രീതിയിൽ ജീവിക്കാനൊരു പ്രത്യേകതരം മണ്ടത്തരം വേണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ കേണൽ പദവിയിലൊക്കെ ഇരുത്തുക എന്ന് പറയുന്നതാണ് മിലിറ്ററിയുടെ ഒരു പരാജയമായിട്ട് തോന്നുന്നത്. മിലിറ്ററിക്ക് നാണക്കേടാണ് ജീവിതമുള്ള ഒരു മനുഷ്യനെ പറ്റി അതൊക്കെ അവതരിപ്പിക്കാനായിട്ട് ഇയാൾ ഫാൻസി ഡ്രസ് എവിടെ പോയിക്കോട്ടെ, എന്തിനും ഇങ്ങനെ പദവി എടുത്തു വിടുന്നത്? അതും 4 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടാ ചെല്ലുന്നത്. അതിന് ഉത്തരവാദിത്വം എനിക്കൊന്നും ഉടുപ്പ് തയ്പ്പിക്കാൻ വെയിറ്റ് ചെയ്തിരുന്ന പുള്ളിയുടെ സൈസിൽ കൊണ്ടാത്തില്ല. അതിന് വരുത്തി എടാ ഉളുപ്പില്ലാത്തവനെ, സിനിമ പോലും കാണാതെ സിനിമ റിവ്യൂ പറയുന്ന ഒരു നാറിയാണ് നീ. ആ നാറിയായ നീയാണ് ഈ വന്നിട്ട് ഈ കൊണവധികാരെ അടിക്കുന്നത്. നിനക്ക് എത്ര ഉളുപ്പുണ്ടാ? നിനക്കാണെങ്കിൽ അവിടെ പോയിട്ട് നീ എന്തെങ്കിലും ചെയ്താ? ഇല്ലല്ലേ, നീ ഇവിടെ നിന്ന് കൊണയടിക്കുന്നല്ലേ ഉള്ളൂ. ആ പറയുന്ന വ്യക്തി, മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി, അങ്ങേരെ കൊണ്ട് കഴിയുന്ന മാക്സിമം എഫർട്ട് ഇട്ട് അങ്ങേര് ചെയ്തിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ നിനക്ക് പറ്റണില്ല. നിനക്ക് ചൊറിയാണ്, നിനക്കങ്ങ് നന്നായിട്ട് ചൊറിയാണ്. എടാ ഫെയിമിനായിക്കോട്ടെ, അല്ല ഫെയിമിന് ഇനിയിപ്പോൾ മോഹൻലാലിന് എന്തോ ഫെയിമിന്റെ ആവശ്യം? അത് നീ ഒന്ന് ആലോചിക്കടാ. എടാ ഉളുപ്പില്ലാത്തവനെ, വേറെ ആരെങ്കിലും പോയി ചെയ്ത ഫെയിമിന് വേണ്ടിയാണെന്ന് പറ. എങ്കിലും ഫെയിമിന് വേണ്ടി ആയാലും എന്ത് തെറ്റ്? എന്താണ് തെറ്റ്? ഫെയിമിന് വേണ്ടി ആയാൽ കൂടെ ചെയ്യുന്നില്ലേ? അതാണ് എൻ്റെ മറ്റൊരു ചോദ്യം. പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഈ പ്രായത്തിൽ അങ്ങേര് പോയിട്ട് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഫെയിമിനോ പൈസയ്ക്കോ വേണ്ടിയല്ല. ഇത് രണ്ടിനും ഒരു കുറവില്ലാത്ത വ്യക്തിയാണ്. നിന്നെപ്പോലെ തലയ്ക്കകത്ത് ഒരു കളിമണ്ണ് ഒരു കിടുതാപ്പും ഇല്ലാത്തവന്മാർ ഇങ്ങനെ ഇരുന്ന് പലതും ചിന്തിച്ച് പല കൊണവധികാരങ്ങളും അടിച്ചിറക്കും. നിന്റെ ഇന്നലെ ഇന്നിട്ട വീഡിയോ നിനക്ക് ഇതുവരെ തീർന്നില്ല. ഇത് പഴയ വീഡിയോ നീ മുക്കി, അതിന്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഇന്നിട്ട വീഡിയോ കാണാം. ഇനി ഇവിടെ ഒരു ഈ എന്താ പറയണ്ടേ, ദുരന്തമുഖത്ത് പ്രവർത്തിക്കാൻ സന്നദ്ധരായി വരുന്ന പല സംഘടനകളെ പറ്റി പറയുമ്പോൾ ഇവിടെ ഒരു സംഘടന മറ്റൊരു സംഘടനയെ കുറ്റം പറയുന്നു. ഒരു സംഘടന പറയുന്നു മറ്റവരുടെ യൂണിഫോം ശരിയായില്ല, അവരുടെ യൂണിഫോമിന്റെ കളർ ശരിയായില്ല, ഫോണ്ട് ശരിയായി എഴുതിയിരിക്കുന്നത്, അവിടുത്തെ അവർ മലയാളത്തിൽ എഴുതി, മറ്റൊരു തമിഴിൽ എഴുതി, കുറച്ചൊരു ഇംഗ്ലീഷിൽ എഴുതി. അങ്ങനെയൊക്കെയുള്ള പല കമന്റ്സ് വരുന്നു. അപ്പോൾ പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഭക്ഷണം കൊടുക്കാൻ എത്തിയവർ ഗവൺമെന്റ് പറഞ്ഞ് കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ അത് മറ്റേതുകൊണ്ടാണ് മറിച്ചുകൊണ്ടാണ് അവിടെ അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയാണ്. ഇവിടെ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് വരുന്ന പരിപാടി ബാൻ ചെയ്യണം. ഒരാളും അങ്ങനെ വരാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഗവൺമെന്റ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ പോലീസ്, ഫയർഫോഴ്സ്, സോൾജേഴ്സ് ആരും ആയിക്കോട്ടെ, അല്ലാത്ത ഒരാളും അവിടെ യൂണിഫോം ഇട്ട് വരുന്നത് അത് ബാൻ ചെയ്യണ സാധനം. അതുകൊണ്ടാണ് ഇവർ ഈ അവസരം മുതലെടുക്കാൻ തന്നെ എല്ലാവരും വരുന്നത്. അതിനകത്ത് അവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല.
ഇവൻ കൂടുതൽ നല്ലവനും മറ്റവൻ അതിലും നല്ലവനല്ല. എല്ലാവരും ഒരേ തുക പക്ഷികൾ തന്നെ. അവരെന്തിനാണ് യൂണിഫോം തയ്പ്പിക്കുമ്പോൾ എന്നാൽ പിന്നെ ഒരു കാര്യം അവർക്ക് എന്തെങ്കിലും ഇല്ല, അത് വേണ്ട. എല്ലാം പിന്നെ ഓക്കെ വരാം, എല്ലാവർക്കും ഒരു കോൾ കൊടുക്കുക, എല്ലാവരും ഒരു ഡ്രസ്സ്, അത് ഓക്കെ ഓറഞ്ച് കളറോ ഈ രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധരായ അവർ വരാതിരിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്. അപ്പം അവർക്ക് അങ്ങനെ നിസ്വാർത്ഥമായ ഒരു സേവനമാണ് ചെയ്യാൻ താല്പര്യം, അത് തടയുന്നത് ശരിയല്ലെന്ന് മാത്രമല്ല അവരുടെ സേവനം ആവശ്യവുമാണ്. പക്ഷെ അതിനകത്ത് ആ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലേ, ഇതിന്റെ ക്രെഡിറ്റ് ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വേണം എന്നുള്ള രീതിയിൽ തന്നെ വരുന്നതുകൊണ്ടാണ്, ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. അതിപ്പോൾ DYFI ആണെങ്കിലും കൊള്ളാം, സേവാഭാരതി ആണെങ്കിലും കൊള്ളാം, SDPI ആണെങ്കിലും കൊള്ളാം, ഇനി ഏതെങ്കിലും മതസംഘടന ആണെങ്കിലും കൊള്ളാം, അവിടെ വേറെ കാര്യം കൂടെ ശ്രദ്ധിക്കണം. അവിടെ കന്യാസ്ത്രീ വേഷം ഇട്ടുകൊണ്ടും അച്ഛൻ വേഷം ഇട്ടുകൊണ്ടും സ്വാമി വേഷം ഇട്ടുകൊണ്ടും മുല്ലാക്ക വേഷം ഇട്ടുകൊണ്ടും കൂടെ വരാൻ പാടില്ല. അത്രയും വേഷങ്ങൾ വന്ന് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ. ഇനി അങ്ങനെയുള്ളവർക്ക് അവിടെ ശരി, കന്യാസിമാർക്ക് പറഞ്ഞാൽ കന്യാസിമാരുടെ വേഷം അതും പറയാൻ പറ്റില്ല, അച്ഛന്മാർ അങ്ങനെ തന്നെ, അതും പാടില്ലാത്തതാണ്. അങ്ങനെ ഒരു പരിപാടി അതിനിടയിൽ ഇങ്ങനത്തെ റിലീജിയസ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഒരു ശരിയല്ല. പിന്നെ ക്യാമ്പൊക്കെ നടത്തുമ്പോൾ ഇവർ വന്നാൽ തടയേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ച് കാണുമ്പോൾ ഈ പറഞ്ഞ ഫുഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞ പോലെ നിങ്ങളിവിടെ വരണ്ട. നേഴ്സുമാരുണ്ട്, മനസ്സിലായി, നേഴ്സുമാർ അവരുടെ യൂണിഫോമിൽ വേണം വരാൻ, അതുകൊണ്ട് നിങ്ങൾ വരണ്ടെന്ന് പറയാൻ പറ്റണം. ഈ ക്യാമ്പുകളെല്ലാം തന്നെ ഗവൺമെന്റിന്റെ അണ്ടറിൽ മാത്രമേ പ്രവർത്തിക്കാവൂ. അവിടെ അച്ഛനും വരാൻ പാടില്ല, കന്യാസ്ത്രീയും വരാൻ പാടില്ല, സ്വാമി മുല്ലാക്ക ഒന്നും വരാൻ പാടില്ല. പിന്നെ യൂണിഫോം ബാനും വേണം 100%. അത് ഈ പ്രാവശ്യം തന്നെ ബാൻ ചെയ്യണം, അല്ലെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം ഇതേപോലെ വേറെ കുറെ പുള്ളികൾ ടീഷർട്ട് ഇട്ടുകൊണ്ട് വരും. എടാ കൊണേഷ്, നിന്റെ പ്രശ്നം എന്താണ്? നിനക്ക് എന്താണ്? നിനക്ക് ചൊറിയണം? നിനക്ക് ഇതൊക്കെ കാണുമ്പോൾ അങ്ങോട്ടങ്ങ് വെപ്രാണോ പറഞ്ഞ? നീ അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കണേ. ഈ ഒരു വീഡിയോയിൽ നീ സംസാരിച്ച് അവസാനം മോഹൻലാലിനെ നെഞ്ചത്തോണ്ട് വെച്ച് അതിനുള്ള ഉണ്ടയും പരിപ്പോടെയും ചായയും കൂടിയൊക്കെ നിനക്ക് മിക്കവാറും കിട്ടും. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ മോഹൻലാൽ ഫാൻസ് കാണുകയാണെങ്കിൽ ഇവനെ ഒന്ന് സൽക്കരിച്ച് വിടുന്നത് നല്ലതായിരിക്കും. ഇതുപോലത്തെ അവൻ്റെ കൊണാധികാരം കേട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞ് ചൊറിയുന്നുണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടിട്ടോ അല്ലാതെ ട്രോളുന്നതോ പോലെ അല്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഈ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി, ഞാനൊരു മോഹൻലാൽ ഫാൻ അങ്ങനെയൊന്നുമല്ല, എന്നിട്ട് ഈ പറയുന്ന വ്യക്തി അവിടെ പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിന് ഒരുമാതിരി കൊണേഷ് വർത്തമാനത്തിൽ ഇവൻ പറഞ്ഞത് എനിക്ക് ഒരിക്കലും യോജിപ്പില്ല. മനസ്സിലായടേ? നീ ഒരുമാതിരി അങ്ങ് ചുമ്മായിരുന്നു വായത്താളടിക്കണം, നീ എന്തോ വലിയ സംഭവം പോലെ ഒന്ന്. ബാക്കി കേൾക്കാൻ നിന്റെ ഗുണാധികാരം ഇങ്ങനെ എഴുതിക്കൊണ്ട് വലിയ വർഷത്തിലേക്ക് എഴുതി പൊതിച്ചോറിനകത്ത് അതിന് കവർ ചെയ്തുകൊണ്ട് വരും. അങ്ങനെയുള്ള ഒരു എല്ലാ സാധനം മറ്റേ ജയലളിത ഫ്ലഡ് ലീഫിന് സ്വന്തം ഫോട്ടോ അരിവിതരണം ചെയ്ത പോലെ അതൊക്കെ അവരെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ. എന്നാലും ആരുടെ കാശാണ് എന്തോ. ജയലളിത പണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്നതിന് മുമ്പ് എവിടെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ, അവിടെ നിന്ന് കിട്ടിയായിരിക്കും ആ കാശൊക്കെ എടുത്തിട്ട്. എനിക്കാണ് ഇങ്ങനെയുള്ളത് നിങ്ങളെ കാണും എന്താ നാട്ടിൽ കുറേ അന്നേരം പറ്റിക്കളപ്പായതുകൊണ്ട് പറ്റിച്ച് ഉറങ്ങാൻ മരിച്ചൊരു സ്ത്രീ. അപ്പോൾ ഇവിടെ അത് വേണ്ട, ശരിയല്ല, ഞാൻ മനസ്സിലായി, ഇത് ബാൻ ചെയ്യേണ്ട സംഭവമല്ലേ. അല്ലെ പിന്നെ ഇതിൽ പറ്റത്തില്ല, ഒരു രീതിയിലും പറ്റത്തില്ല. റെസ്ക്യൂ ഓപ്പറേഷൻ വരുന്നവർക്ക് ഒരു ഡ്രസ് കോഡ്, ഒറ്റ ഡ്രസ് കോഡ് ഗവൺമെന്റ് അങ്ങ് നിശ്ചയിക്കുക, എല്ലാ സംഘടനകളെ അറിയിക്കുക. കഴിഞ്ഞ പ്രാവശ്യം വന്ന സേവനമൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ നിങ്ങൾ ഈ യൂണിഫോമിനകത്തൊരു യൂണിഫോം കോഡ് ഉണ്ട്. അങ്ങനെ ഈ സംഘടനകളുടെ പേര് വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഇതിനകത്ത് പ്രത്യേകം പേരൊന്നും വെക്കണ്ട. അല്ലെങ്കിൽ എന്തുകൊണ്ട് റെസ്ക്യൂ ഓപ്പറേറ്റർ, റെസ്ക്യൂവർ അങ്ങനെയൊക്കെ എന്തെങ്കിലും, വി ഹെൽപ്പ് എന്നോ, ഐ കെയർ എന്നോ, ഹൂ കെയർസ് എന്നോ, നത്തിങ് എൽസ് മാറ്റേഴ്സ് എന്നോ, അതും അല്ലെങ്കിൽ വേറെന്തുവാ എന്തെങ്കിലുമൊക്കെ എടുത്ത് അങ്ങ് എഴുത്. വാക്കസ്തെന്നും സവാരി ഗിരിന്നൊന്നും എഴുതരുത്, ഭയങ്കര തറയാ, അതുകൊണ്ടാണ്. മനസ്സിലായോ? അല്ലെ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ എഴുതി, നല്ല രസമുണ്ട്. ദൈവം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അത് വേണം, നിർബന്ധമായി വേണം. കാരണം ഈ പ്രാവശ്യം ഒത്തിരി പ്രശ്നം ഉണ്ടായി, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി. എപ്പോഴും ഇങ്ങനെ ഇവർ വരും, എന്തിനാ വരുന്നത് വെച്ചാൽ അപ്പോൾ ഈ പബ്ലിസിറ്റിയുടെ ആൾക്കാരും കൂടെ വരുവേ. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യനെ സഹായിക്കാൻ വരുന്ന 4 പേര് കാണും, അതിൻ്റെ കൂടുതൽ പബ്ലിസിറ്റിക്ക് ഒരു 10 പേരോട് വന്നാൽ അതൊരു ഉന്തുന്തള്ളം ഉണ്ടാക്കുക, തിരക്കുണ്ടാക്കുക എന്നുള്ള, അല്ലാതെ ആൾ കൂടിയ പാമ്പ് യാത്ര എന്ന് പറയുന്ന പോലെ അവിടെ ഒരു തിരക്കുണ്ടാക്കി അലമ്പാകാനുള്ള ഒരു സാധ്യതയും കൂടെ. അത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ആ ഫ്ലഡ് നടന്ന സമയത്ത് തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. അത് ചിന്തിച്ചില്ല, ആരും അങ്ങനെ ആലോചിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് വന്ന ആളുകളുടെ യൂണിഫോമിനെ പറ്റിയും ഇതിന്റെ എഴുതി വെച്ചിരിക്കുന്ന പേരുകളെ പറ്റിയും എല്ലാം കമന്റുകൾ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഇപ്പോൾ മനസ്സിലായ കാര്യമാണ്. ഈ പറഞ്ഞ പരിപാടി അവതരിപ്പിക്കാൻ സേവനത്തിനാന്ന് വരുന്നവരുടെ കൂടെ ഒരു 5 പേര് വരേണ്ട സ്ഥാനത്ത് അവർ 15 പേര് വന്നതാണ്. അത് 15 പാത്രം പാഴുമായിരുന്നിരിക്കും, ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെ വരുന്നത്, അവിടെ മെഴുകാൻ വരും. അപ്പോൾ അവരുടെ ആ മെഴുകൽ ഇച്ചിരി കുറഞ്ഞിരിക്കും. സേവനത്തിന് താല്പര്യമുള്ളവന് പാർട്ടിയോ ജാതിയോ മതമോ രാജ്യമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അവരൊക്കെ തന്നെത്താനെ വന്നോളൂ. ഇപ്പോൾ അവിടെ ആനിമൽ റെസ്ക്യൂവിന് എൻ്റെ സുഹൃത്ത് പോയിട്ടുണ്ട്, അവരൊക്കെ അറിഞ്ഞു കേട്ടങ്ങ് പോയേ ഉള്ളൂ. അതുപോലെ ഒത്തിരി പേരും ഇതിനകത്ത് 2ലും പെടാത്ത ആൾക്കാർ അവിടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു കൂട്ടർക്ക് മാത്രം പ്രത്യേക ഒരു ഉടുപ്പിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വേറൊന്നല്ല. ഈ ഉടുപ്പ് തപ്പി എടുക്കുമ്പോൾ തന്നെ അറിയാം, ഇങ്ങനെ ഉടുപ്പ് അടിച്ചെടുക്കുന്നതിന് പ്രിന്റ് എടുത്ത് വെച്ചിരിക്കുന്നതിനാണ്. ഇനി ഞാൻ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, ചാറ്റ് ഒരു ബനിയനൊക്കെ ചുമ്മാ പ്രിന്റ് ചെയ്തു, ഫേസ്ബുക്ക് പേജ് പോലെ തന്നെ ഡിസൈൻ ചെയ്ത് അത് എന്നിട്ട് ഞങ്ങൾ നടക്കും. അത് പക്ഷേ ഇവിടെ കൂടെ നടക്കത്തുള്ളൂ, വീഡിയോ എടുക്കുമ്പോൾ ചുമ്മാ ഇട്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുക. അല്ലാതെ ഇങ്ങനെയുള്ള ദുരന്ത ബാധിത മേഖലയിലൊക്കെ പോയി കിടന്ന എല്ലാവരും പേഷ്യന്റ് വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ ഇടാറില്ല. വേണം അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാം, പക്ഷേ അതൊക്കെ ഇച്ചിരി ഓവർ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ ചുമ്മാ മടുത്തിട്ടുണ്ടിരിക്കും, 10 പേരുടെ കൂടെ നടക്കും, അവർ കാണട്ടെ എന്നുള്ള രീതിയിൽ അതുവേണ്ടി തന്നെയാണ് പ്രിന്റ് ചെയ്തേക്കുന്നത്. അതിനകത്തൊരു സംശയമില്ല. അത് ഇട്ടുകൊണ്ട് മരണ വീട്ടിലോ അല്ല ഈ പറഞ്ഞ ആശുപത്രിയിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ പോകുന്ന ആശുപത്രി പോകാൻ ഇറങ്ങുമ്പോൾ ഇതെടുത്തിട്ട് ഇറങ്ങാം എന്ന് പറയുന്നത് മോഹൻലാൽ. എല്ലാവരും മരിച്ച വേണ്ടി പോയി അറിയാം, നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉൾപ്പെട്ടതിന്റെ കാരണവശാൽ പോകുന്ന പോലല്ല. ഇതിന് വേണ്ടി ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ആവശ്യത്തിനാണ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തില്ല, മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ അതൊക്കെ ചെയ്യാൻ മോഹൻലാൽ മാത്രമേ എടുത്തുള്ളൂ. കേരളത്തിൽ ഇന്ത്യയിലെ ഒരാളുണ്ട്. എന്താണെങ്കിലും യൂണിഫോം, അതുപോലെ തന്നെ ഇതുപോലത്തെ ആൾക്കാരോട് യൂണിഫോം ഒക്കെ പറയണം. യൂണിഫോം ഈ പ്രാവശ്യം വലിയ സംഭവം മോഹൻലാൽ കൊള്ളായാലും യൂണിഫോം ഒരു വിഷയമാക്കി കളഞ്ഞു. ഓ സൂപ്പർ. ഇവൻ എന്താണ് ഇവന്റെ പ്രശ്നം? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കണം. നല്ല ഇടിയുടെ കുറവാണ് കേട്ടോ ഇവനൊക്കെ. ഈ ദേവിയത് മോഹൻലാൽ ഫാൻസോ നാട്ടുകാരോ ഒന്നും ഇവനെയൊന്നും കാണുന്നില്ല, പുറത്തൊന്നും ഇവനൊന്നും പുറത്ത് ഇറങ്ങത്തില്ല, ഇവനൊന്നും കാണുന്നില്ലേ. ഇവൻ എവിടെയാണോ അവൻ? ചുമ്മാ കൊണയടിക്കുക അങ്ങ് നേരത്തെ പിടിച്ചു. ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും ചെയ്യണം ഇവന് ചൊറിഞ്ഞങ്ങ് പിടിക്കും. പിന്നെ എന്തിനാ കേട്ടോ അവന്? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുന്നു. സീരിയസ്ലി ജഗത്താനെ നീ എന്ത് കാലന്റെ പരിപാടിയാണ് കാണിക്കുന്നത്?
ഇരുന്നു കൊണ്ട്. നിനക്ക് എന്താണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോൾ നിനക്ക് എന്താണ് ഇത്ര ചൊറിയുന്നത്? കഷ്ടോടെ കഷ്ടം, പരമാഷ്ടം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളക്കര മൊത്തം കണ്ണീരിൽ കിടക്കുന്ന സമയം, നാളെ എന്ത്, എങ്ങനെ, ഇന്ന് എങ്ങനെ എന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തിച്ച് കൂട്ടുന്ന ഒരു സമയത്ത് നീ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കൊണയടിച്ച് തള്ളുമ്പോഴേ സത്യം പറയാലോടാ, നിന്നെ പീഡിച്ച് നിർത്തി ഇതാണ് തോന്നുന്നത്. അമ്മാതിരി പരിപാടിയാണ് നീ കാണിച്ചു കൂട്ടുന്ന ചെറുത്താനെ. അജു അലക്സ് എന്തായാലും ഇൻഡാസ് ഒന്നല്ല, അത് വാങ്ങിച്ചോണ്ട് പോ. കുറച്ച് ദിവസം പോയി കീരത്ത് വെച്ചോണ്ട് ഇരി നീ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കൊണ്ട്. പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.